രാത്രി റോഡരികിൽ മൊബൈൽ ഫോണിൽ സംസാരിക്കുകയായിരുന്ന യുവാവിന്റെ കാലിൽ പെരുമ്പാമ്പ് ചുറ്റി. വനപാലകർക്ക് കൈമാറുന്നതിനായി വീട്ടിനുള്ളിൽ സൂക്ഷിച്ച പാമ്പ് അർദ്ധരാത്രിയിൽ പുറത്തു ചാടി. ഞങ്ങളുടെ പ്രതിനിധി വിബിഷ വനിൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. രാത്രി റോഡരികിൽ നിന്ന് മൊബൈൽ ഫോണിൽ സംസാരിക്കുകയായിരുന്ന യുവാവിന്റെ കാലിൽ പെരുമ്പാമ്പ് ചുറ്റി. മാവുങ്കാലിനടുത്താണ് സംഭവം. കാലിൽ ചുറ്റിയ പെരുമ്പാമ്പിനെ പിടികൂടി വനപാലകർക്ക് കൈമാറുന്നതിനായി വീടിനുള്ളിൽ സൂക്ഷിച്ച പാമ്പ് അർദ്ധരാത്രിയിൽ പുറത്തുചാടി. മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിൽ പെരുമ്പാമ്പിനെ വീടിന് ഉള്ളിൽ മുകൾ ഭാഗത്തെ എയർ ഹോൾസിൽ നിന്നും കണ്ടെത്തി. മാവുങ്കാൽ പുതിയ കണ്ടത്തെ മണികണ്ഠന്റെ കാലിലാണ് പെരുമ്പാമ്പ് ചുറ്റിയത്. കൊശവൻകുന്ന് റോഡരികിൽ നിന്ന് രാത്രി 10 മണിയോടെ ഫോണിൽ സംസാരിക്കവെയാണ് പെരുമ്പാമ്പ് ചുറ്റിയത്. ഒരാളിൽ കൂടുതൽ ഉയരവും 20 കിലോയോളം ഭാരവും വരും. കാലിൽ നിന്നും മാറ്റിയ പാമ്പിന്റെ വയർ വീർത്ത നിലയിൽ കണ്ട് ഗർഭിണിയാണോ എന്ന സംശയമായി. ഇളക്കിവിട്ടാൽ വാഹനം കയറി ചാകുമെന്ന സംശയമായി. രാത്രി ബന്ധപ്പെട്ടവരെ വിളിച്ചെങ്കിലും കിട്ടിയില്ല. തുടർന്ന് പാമ്പിനെ ചാക്കിലാക്കി സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി മുറിയിൽ സൂക്ഷിച്ചു. രാവിലെ വനപാലകർക്ക് കൈമാറാൻ തീരുമാനിച്ച് ചാക്കിനുള്ളിൽ വായു കടക്കാൻ ദ്വാരമുണ്ടാക്കി. പുലർച്ചെ 3 മണിക്ക് ഉറക്കമുണർന്ന് നോക്കിയപ്പോൾ ചാക്കിനുള്ളിൽ പെരുമ്പാമ്പില്ല. വാതിൽ പൂട്ടിയിരുന്നു. മുറി മുഴുവൻ തിരഞ്ഞിട്ടും പെരുമ്പാമ്പിനെ കാണാതായതോടെ ആശങ്കയായി. സമീപത്തുള്ള സുഹൃത്തുക്കളെ കൂടി വിളിച്ച് വീണ്ടും തിരഞ്ഞപ്പോഴാണ് മുറിക്കുള്ളിലെ വായി കിടക്കുന്ന വിടവിൽ ചുരുണ്ട് കിടക്കുന്നത് കണ്ടത്. പാമ്പ് എങ്ങനെ മുകളിൽ കയറിയെന്നതിൽ ആശ്ചര്യമാണ്. കേബിൾ വയർ മുറിയിലുള്ളതിനാൽ ഇതിലൂടെയാണോ എന്ന സംശയമുണ്ട്. വീണ്ടും ചാക്കിലാക്കിയ പെരുമ്പാമ്പിനെ ഞായറാഴ്ച രാവിലെ ഓട്ടോയിൽ കാഞ്ഞങ്ങാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലെത്തിച്ച് കൈമാറി. സ്വന്തം കാലിൽ ചുറ്റിയ പെരുമ്പാമ്പിനെ സംരക്ഷിച്ച് എത്തിച്ചു നൽകിയിട്ടും വണ്ടിക്കൂലി പോലും കിട്ടിയില്ലെന്ന് പരാതിപ്പെടുകയാണ് മണികണ്ഠൻ. വിബിഷ വനിൽ, ന്യൂസ് ബ്യൂറോ, സിറ്റി ന്യൂസ്.